എന്നെ അറിയാമോ? അങ്ങനെ എൻ്റെ പേരെന്താ? സാറേ അതല്ല, ഇത്രയും വർഷം ഈ ഡെന്നി ഇവിടെ നമ്മൾ ബാറ് കണ്ടിട്ടുണ്ട്. ബാർ സെക്രട്ടറി ആയതിനെ ഇത്രയും ഡ്രസ് ഇത് തവി ഒടിഞ്ഞ് കണക്ക് ഇത് അടിച്ചു മാറ്റിയാ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാരണം അടിച്ചു മാറ്റിയാ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയതിനെ അടിച്ചു മാറ്റി തൊണ്ടി വിൽക്കുക. തൊണ്ടി വിൽക്കുക. എനിക്ക് അത് പോക്സോയുടെ തൊണ്ടി. പോക്സോയുടെ തൊണ്ടി എന്തൊക്കെ ആയിരിക്കും? ഈ സന്തോഷം പഴയ പ്രസിഡന്റാ, പാവം പിടിച്ച മനുഷ്യനാ. എൻ്റെ അത്ര ഒരു പാവം അല്ല, പഴയ പ്രസിഡന്റാ. ആ കഴിവുണ്ടാവുന്ന ആര് മനുഷ്യൻ അതിപ്പോ ഞങ്ങൾ അങ്ങനെ ആദ്യം അത് എന്നും ഒരേ ഭംഗിയുള്ളത് ഞങ്ങളുടെ സുരലിൽ മാത്രം. നല്ല ഭംഗിയാണ്. ബ്യൂട്ടി പാർലറുകൾക്ക് കിട്ടുന്നതല്ല. അല്ല, ശരി. അതിന്റെ തുടക്കമായി തന്നെ നമ്മുടെ ബഹുമാനിയായ ജില്ലാ ഹരികുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം തന്നെ പത്തനംതിട്ട ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായ ജയവർമ്മ സർ, സെക്രട്ടറി അഡ്വക്കേറ്റ് എനി ജോർജ്, ട്രഷറർ അഡ്വക്കേറ്റ് ഷൈനി ജോർജ് എന്നിവരെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
വിതയ്ക്കുന്ന പൂക്കളാൽ വിരിയുന്ന മനസ്സുകളിൽ സ്നേഹവും ഐക്യവും വിതയ്ക്കുന്ന മലയാളികളുടെ മഹോത്സവമാണ് ഓണം. ജാതിമത ഭേദമില്ലാതെ ഉച്ചനീചത്വമില്ലാതെ മലയാളികൾ ഒന്നടങ്കം ഓണം ആഘോഷിക്കും. ഓണസദ്യ, ഓണക്കോടി, അത്തപ്പൂക്കളം, വള്ളംകളി, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ആഘോഷങ്ങളുടെ വസന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഐതിഹ്യങ്ങളിൽ പറയുന്ന പോലെ സ്വർഗത്തിൽ പോലും കാണാത്ത നീതി നിറഞ്ഞ മഹാബലി ചക്രവർത്തിയുടെ സുവർണ ഭരണകാലം ഇന്ന് നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ ഓർക്കുന്നു. മാവേലി നാടുവാണിയും താങ്കൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ മനോഹരമായ ഒരു ഓർമ്മ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. തൻ്റെ പ്രജകളുടെ ഹിതമറിഞ്ഞ് സന്തോഷത്തിനും സമാധാനത്തിനും അവരുടെ ഐശ്വര്യ സമൃദ്ധമായ ജീവിതത്തിനും വേണ്ടി നിലകൊണ്ട മഹാബലി ചക്രവർത്തി എന്നും സങ്കല്പം എന്ന് നമ്മളെ സന്തോഷിപ്പിക്കും. അതുപോലെ ഒരു നേതൃത്വത്തെ, ജനതയെ, ജീവിതത്തെ സ്വപ്നം കണ്ട് നമുക്ക് മുന്നേറാം. കള്ളവും ചതവുമില്ലാതെ സമസ്ത സുന്ദരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കുമാകട്ടെ. സമത്വവും സാഹോദര്യവും മാനവികതയും എന്നീ ഗുണങ്ങൾ നാം തീവ്രമായി ഉൾക്കൊള്ളുകയും അത് അടുത്ത തലമുറയിലേക്ക് ഈ ഗുണങ്ങൾ പകരുകയും വേണം. സ്വപ്നസുന്ദരമായ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കി സുന്ദര ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റ് പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷണിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താരാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. 2025 ഈ ഓണാഘോഷ പരിപാടികൾക്ക് സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നമ്മുടെ പത്തനംതിട്ട ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡെന്നി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ അംഗങ്ങളെ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കെ ജയവർമ്മ സാറാണ്. അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ മെറിറ്റ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ഹോണറബിൾ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എൻ ഹരികുമാർ സാറിനെ പൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജസ് ബഹുമാന്യനായ ജയകൃഷ്ണൻ സാറിനെ ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് പ്രിയപ്പെട്ട വിഷ്ണു സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഹോണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് അഡീഷണൽ 3 കോടതി മിനിമോൾ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തായിട്ട് അഡീഷണൽ 4 കോടതി ജഡ്ജ് അനിൽകുമാർ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഫാമിലി കോടതി പ്രിയപ്പെട്ട ഡോൺ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. MICT കോടതി ജഡ്ജ് ബിനു PS സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും.
അടുത്തതായിട്ട് DLSA സെക്രട്ടറി പ്രിയപ്പെട്ട അരുൺ ബച്ചു സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സബ് ജഡ്ജ് തോമസ് വർഗീസ് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് നമ്മുടെ CJM നോബൽ DS സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഓണറബിൾ JFMC 1 കോടതി ജഡ്ജ് മജിസ്ട്രേറ്റ് കാർത്തിക പ്രസാദ് മാഡത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ബഹുമാന്യനായ JFMC 2 കോടതി മജിസ്ട്രേറ്റ് അഞ്ജലി ദേവി മാഡത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മുൻസിഫ്, നമ്മുടെ പ്രിയപ്പെട്ട മുൻസിഫ് ഇന്ന് ലീവാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്നു. അത് ശാരീരിക ബുദ്ധിമുട്ട് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും സ്നേഹപൂർവ്വം പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആദരണീയനായ ജയവർമ്മ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Most respected Honorable District and Sessions Judge Sri N. Harikumar sir and all of the presiding officers, respected all of the government leaders, പ്രിയപ്പെട്ട ജില്ലാ പ്രോസിക്യൂട്ടർ, ഏറ്റവും പ്രിയപ്പെട്ട മുൻ ബാർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റുമാരായ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, PP മുഹമ്മദ് മുസ്തഫ, CV ജ്യോതിരാജ്, ശ്രീ അഡ്വക്കേറ്റ് ശ്യാംകുള്ള, അഡ്വക്കേറ്റ് KS ശിവകുമാർ, ഇനി ഇവിടെ എത്താനുള്ള മുൻ പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സീനിയർ അഭിഭാഷകന്മാർ, മറ്റ് അഭിഭാഷകർ, ഇപ്പം തന്നെ സമയത്ത് മാറ്റം വരുന്നു. അതുകൊണ്ട് പരിപാടിയുടെ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. അസോസിയേഷൻ ജൂൺ മാസത്തിൽ 5-ാം തീയതിയാണ് ചുമതലയേറ്റത്. അതിനുശേഷം നടന്ന 3 മാസത്തിനുള്ളിൽ നടക്കുന്ന നമ്മുടെ കൂടി ഇതിന്റെ പ്രോഗ്രസ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഹൈക്കോടതി നമ്മൾ വരുത്തി മീറ്റിംഗ് ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വിളിച്ചുകൂട്ടി ഇതിനൊരു അടിയന്തരമായ ബഹുമാന്യനായ പ്രസിഡന്റ് ഓഫ് ദി ബാർ, സീനിയർ അഡ്വക്കേറ്റ്സ്, അഡ്വക്കേറ്റ് ക്ലർക്സ്, മൈ എസ്റ്റീംഡ് colleagues, members of the bar, advocate, other ladies and gentlemen. ഇതൊരു ആശംസ, ഓണത്തിൻ്റെ സന്ദേശം നൽകുക എന്നുള്ളൊരു ദൗത്യമാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്നോട് ആവശ്യപ്പെട്ടത്. എനിക്ക് ഒരുപക്ഷെ എൻ്റെ ഗുരുതുല്യരായി കാണുന്ന പല ആൾക്കാരുടെ മുമ്പ് നിന്നൊരു ആശംസ തരാനുള്ള അർഹത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെങ്കിലും ഇത് ഈ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമായിട്ടെടുത്ത് ഞാൻ ആ കർത്തവ്യം നടത്താമെന്ന് അദ്ദേഹത്തോട് സമ്മതിക്കുകയായിരുന്നു. സമയം അധികം വൈകിയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു വലിയ ആശംസ നടത്തിയാൽ നിങ്ങളുടെ പ്രതികരണം മോശമാകുമെന്ന് എനിക്കറിയാം. കാരണം ആശംസ കേൾക്കാനോ പ്രസംഗം കേൾക്കാനോ അല്ല എന്നിട്ട് ആരും കൂടിയിട്ടുള്ളത്. വളരെ ഉല്ലാസപരമായിട്ട് നമ്മുടെ ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ള പർപ്പസ് തന്നെയാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളാണ് ഈ ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട നമ്മുടെ ഡിസ്ട്രിക്ട് സെന്ററിൽ തന്നെ കോർട്ട് കോംപ്ലക്സിൻ്റെ ഇനാഗുറൽ
തറക്കല്ലിടൽ ചടങ്ങിലേക്ക് നമ്മൾ എല്ലാം എത്തിക്കഴിഞ്ഞു. പ്ലാൻ എല്ലാം തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പ്രവർത്തനങ്ങൾ നടക്കും. ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത ഓണം ഇതുപോലെ സെലിബ്രേഷൻ നടത്തുമ്പോൾ നമ്മുടെ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഏകദേശം ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല മറ്റ് സെൻറ്ററുകളിലെല്ലാം ജുഡീഷ്യറിക്ക് സ്വന്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നല്ലവണ്ണം അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയെ സംബന്ധിച്ചോളം സമയം നല്ലവണ്ണം മാറിയിട്ടുണ്ടെന്നാണ് പറയാം. സിവിൽ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കിടന്ന് നല്ലവണ്ണം ദൂരം കൊടുക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള മാറാനുള്ള വേദി അധികം തുടർന്നുള്ള വർഷങ്ങൾ ഉടനെ തന്നെ സംജാതമാകും. ഇന്ന് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ മലയാളികളെല്ലാം ലോകത്തെവിടെയും ഒത്തുകൂടി ആഘോഷിക്കുന്ന നമ്മുടെ ഏറ്റവും ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് സ്ഥിരകളിൽ അണിയേറുന്ന ഒരു ഉത്സവമാണ് ഓണം. ഒത്തുചേരുന്ന ഒരു ആഘോഷം. അതിൻ്റെ ഐതിഹ്യം മറ്റു കാര്യങ്ങൾ എന്ത് തന്നെയായാലും ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് സാഹോദര്യം, ഐക്യം ഇതൊക്കെ തന്നെയാണ്. ഇന്ന് വളരെ അതിസങ്കീർണമായ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ ഒരു വ്യക്തി ഒരുപക്ഷെ വ്യക്തികൾ തന്നെയാണ്, സമൂഹം മാത്രമല്ല, വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ഓണം എന്നുള്ള ഓണത്തിൻ്റെ ഒത്തുകൂടൽ, ഒരുമ, അതിൻ്റെ സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ ഒത്തുകൂടുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം ഓരോ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും അത് കൂടി വരികയുള്ളൂ. അതിനർത്ഥം തന്നെ ആ ഒരു റിയൽ സ്പിരിറ്റ് ആൻഡ് സബ്സ്റ്റൻസിൽ നമ്മളിതിൻ്റെ ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങളുടെ ആ സ്പിരിറ്റ് ആൻഡ് സബ്സ്റ്റൻസ് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്കും സമൂഹത്തിനും ഉള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഓരോ വ്യക്തിയും കൂടുതൽ സമഭാവനയോടുകൂടിയും സമചിത്തത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും പ്രവർത്തിക്കേണ്ടതിൻ്റെ സന്ദേശം കൂടിയാണ് ഓരോ വർഷവും നമുക്ക് മുന്നിൽ വരുന്ന ഓണം. ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജ്ജം തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഓണത്തിൽ സന്ദേശമായിട്ട് പറയാനുള്ളത്. കൂടാതെ എന്നെയും എൻ്റെ സഹപ്രവർത്തകരായ ഓഫീസേഴ്സിനെയും ഇങ്ങനൊരു വേദിയിൽ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് ക്ഷണിച്ചതിന് നിങ്ങളോട് ഓരോരുത്തരോടും അസോസിയേഷൻ്റെ കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയിലെ എല്ലാ ഭാഷകൾക്കും കുടുംബാംഗങ്ങൾക്കും അഡ്വക്കേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി 2025 വർഷത്തിലെ ഏറ്റവും മികച്ച മാർക്ക് നേടിയ കുട്ടികൾക്കുള്ളൊരു മെറിറ്റ് അവാർഡാണ്. 10th, +2, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നീ വിഭാഗങ്ങളിലാണ്. അത് നൽകുന്നതിനായി ഹരികുമാർ സാറിനെ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി 10th സ്റ്റാൻഡേർഡിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിയ സൂര്യ ബിജു വിശ്വൻ, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് ബിജു വിശ്വനെ ക്ഷണിക്കുന്നു. പാർവതി SB, ഡോക്ടർ ഓഫ് SP ബാലഗോപാൽ. ദേവനാരായൺ S, son of Srikumar S. Niranjan P. Jain, son of Advocate Jain P. അടുത്തത് വൃന്ദ വിക്രം S, ഡോക്ടർ ഓഫ് ജ്യോതിശ്രീ P. Chaplain. അടുത്തായി ഐശ്വര്യ സുനിൽ വാസുദേവ്, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് KV സുനിൽ കുമാർ. അടുത്തതായി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയവരാണ്. ആദ്യമായി സീന മറിയം മനോജ്, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് മനോജ് KA.
അടുത്തതായി ആനി ജോർജ് പച്ചേ, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് ജോർജ് എബ്രഹാം പച്ചേ. ഒലിൻ സാറ ഡെന്നി, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് ഡെന്നി ജോർജ്. അടുത്തതായി മഹേശ്വരി എച്ച്, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് ഹരി ബി ആർ. ശിവപ്രിയ കെ ജി, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് സുനിത കെ കെ. ശ്രേയ സുനിൽ, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് സുനിൽ പേരൂർ. റീമ റോയ്, ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് റോയ് തോമസ്. Dr. Jason Jacob Matthew, MD in Gastroenterology, son of Jacob Matthew. Dr. Pinan K. Verghese, MBBS, son of Advocate Anil Verghese. Dr. Swati M. Krishnan, MBBS, Doctor of Advocate P. M. Krishnan. ഇങ്ങോട്ട് നോക്കിയാട്ടെ. D. Gauri Shankari, Arts, Doctor of Advocate Dinesh D. Ellen Lalu Sam, B.LLB, son of Advocate Danu Jo. എനിക്കതൊന്നും അയച്ചു തരാം. അതൊന്നും പറ്റും. നടക്കണം പരിപാടി. അഡ്വക്കേറ്റ് ഷൈനി ജോർജ് വിഷമിച്ചത്. ഈ ഓണ സെലിബ്രേഷൻ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജയവർമ്മ സാർ, ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായി വന്ന് നമ്മുടെ ഓണ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ഓണ സന്ദേശം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീ എൻ ഹരികുമാർ സാർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രോസിക്യൂട്ടർ ഹരികൃഷ്ണ സാർ, സെക്രട്ടറി ഡേവി ജോർജ്, ബഹുമാനപ്പെട്ട ഗസ്റ്റ് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ജഡ്ജസ്, സീനിയർ അഭിഭാഷകർ, മറ്റ് അഭിഭാഷക സുഹൃത്തുക്കളെ, നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ ഏകദേശം ഫസ്റ്റ് സെഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സെഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി ആഘോഷ പരിപാടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജ് മെസ്സേജ് പറഞ്ഞതുപോലെ തന്നെ ഓണം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥനയോടൊപ്പം കൃതജ്ഞത പറയുകയാണ് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ആദ്യമായി നമ്മുടെ ഈ മീറ്റിംഗിനെ അധ്യക്ഷത വഹിച്ച നമ്മുടെ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ഞങ്ങൾ 2025 ഓണാഘോഷം ഓണസദ്യ കഴിക്കുകയാണ്. ഞാൻ ജ്യോതിരാജ് സാർ, അഡ്വക്കേറ്റ് വൃത്തിയേട്ടന്മാരെല്ലാം ഉണ്ട്. ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒരു മാസത്തോ പ്രയത്നം ചെയ്തിട്ട് അവർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. എല്ലാവരും ദൈവത്തോട് സഹകരിക്കണം. അതിനുശേഷം നമുക്ക് ഓണസദ്യയിൽ കടക്കാം.
നിഷ രാജേന്ദ്രൻ, ധന്യ പി ധന്യ എൻ നായർ, ശ്രീവിദ്യ എസ്, ധന്യ, അനുപമ, ആതിര, ഐശ്വര്യ, ആര്യ. ദേഹത്തെ
യു ഗണേഷ്. ഹലോ. പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം. വന്ധ്യവയോധികന്മാർ. കാമുകിയ രണ്ടരയായിട്ട് വന്നാൽ കഴിക്കും. എല്ലാവർക്കും കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം പറ. ഹാപ്പിയോ?
Thank you. പാദങ്ങളും കവിളെ മുഖം നോക്കി ലക്ഷണം ചെല്ലുമേ. ആരാത്? അല്ല ഇതാര്? നിങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ നാട്ടില്? അതെന്തൊരു ചോദ്യം തമ്പ്ര. തമ്പ്രാക്കന്മാരിപ്പോഴും ഈ നാട്ടിലുണ്ടോ? അതുണ്ട്, തമ്പ്രാക്കന്മാരും. എന്നാ അടിയങ്ങളെ പാവങ്ങളും ഇപ്പോഴും ഇവരുണ്ടേ.
ഇങ്ങോട്ടൊക്കെ. തമ്പ്രാക്കന്മാരില്ലാതെ അടിയങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുമോ തമ്പ്ര? അപ്പോ അതൊക്കെ അങ്ങനെ ഓർമ്മയുണ്ട്. എനിക്കറിയോ എന്ത് പാടി കൊടുക്ക്, തമ്പ്രാന് കൊടുക്ക്. എനിക്കോ എന്തുവാടി? എല്ലാ പ്രാവശ്യവും തമ്പ്രാനെ കാണാൻ വരുമ്പോ അടിയങ്ങള് കാഴ്ച വെക്കാറുണ്ട്. ഈ പ്രാവശ്യം അത് മുടക്കുന്നില്ലേ? ഓഹോ ഓഹോ എളിയോ എളിയോ എന്താ എന്താ അവിടെ ബഹളം? എടുക്ക എടുക്ക. അയ്യോ അത് വേണ്ട തമ്പ്ര. തമ്പ്രാന്റെ കാണും. എന്തോന്ന് അടിയങ്ങൾ തമ്പ്രാനെ എടുക്കുന്നത്? എന്നെ എടുക്കുന്ന കാര്യമല്ല, പിന്നെ വടി എടി വടി വടിയെടുക്കാൻ. ഏതോ കള്ളനെ നാട്ടുകാരൻ ഓടിക്ക. ഒത്ത ഒരടി നമുക്ക് അവിടെ കൊടുക്കണം. ഇവരല്ലേ ഒക്കൂ. അയ്യോ അയ്യോ തമ്പ്രാനോ, അത് കള്ളനല്ലേ? കള്ളനല്ല തമ്പ്ര. എന്തൊക്കെയാണ് നീ ഇവിടെ കാണിക്കുന്നതും പറയുന്നതുമൊക്കെ? തരികിടെ നിന്റെ തരികിടയൊന്നും ഇവിടെ നടക്കില്ല. നീ ഇവളുമാരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒറ്റയ്ക്കല്ലേ ഇവളുമാര് രണ്ടുപേരുണ്ട്. എന്നാലും സൂക്ഷിക്കണം, പീഡനത്തിന്റെ കാലമാണ്. പൊതുവേദിയിലും ബസ്സിലും ലിഫ്റ്റിലും എന്ന് വേണ്ട. അയ്യോ നേരെ തമ്പ്ര, ഇന്നലെ ബസ്സിൽ വെച്ച് എന്നെ ഒരുത്തിനൊരു തോണ്ട്. ഓ എന്നിട്ട് ഞാൻ അടങ്ങിയില്ല. വീണ്ടും തോണ്ടി. എന്നിട്ട് ഞാൻ അടങ്ങിയതേ ഇല്ല. അപ്പോ നീ വീണ്ടും തോണ്ടി. എന്നിട്ട് ഞാൻ തിരിഞ്ഞൊരു നോട്ടം. പിന്നെ അവനെ കണ്ടില്ല. പേടിച്ചു പോയി തമ്പ്രാനെ അവൻ. ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ഇവളുമാരുടെ ഒരു നോട്ടം വേണ്ട, ദഹിച്ചു പോകണേ. നമ്മൾ നോക്കേണ്ട സമയത്ത് നോക്കുവേ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും വേണം തമ്പ്ര. അരുതെന്ന് പറയാനുള്ള തന്റെ ഇടം
ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകണം തമ്പ്രാനെ, ഞങ്ങളുടെ കുട്ടികൾക്കും. അയ്യോ എടി തഞ്ചേടി, പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം. അതിരിക്കട്ടെ, ഇവളുമാർ ഇവിടെ വന്ന് നിന്നിട്ട് കുറേ നേരമായി. ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് കളിക്കട്ടെ. പറഞ്ഞു പോലെ നേരാണല്ലോ നമ്മളാ. ഇടിയോ ഇടി കാളിയോ എന്തോ ഇടി നീയേ ഓ ഇടിയോ ബഹുമാനപ്പെട്ട തമ്പ്രാക്കൾ, മൂട് വിട്ട തമ്പ്രാട്ടികളും കൂടി ഇരിക്കുന്ന ഈ സദസ്സിൽ നിങ്ങളൊരു തിരുവാതിര കളിക്കും. കളിച്ച് തമ്പ്രാക്കളെ മുന്നിക്കോ. മുന്നിക്കെന്നല്ല, പിന്നെ തിരുമുമ്പിലെന്നാ പറയേണ്ടത്. അങ്ങനെ തമ്പ്രാക്കൾ അങ്ങോട്ട് പറഞ്ഞു പഠിക്കാട്ടെ. എടാ, അത് നീയും പറഞ്ഞു പഠിക്കണം. നല്ലത്. എന്താടി പെണ്ണുന്നത്? അത് പിന്നെ ഹായ് ഹായ് ഹായ്. അയ്യോ തുടരുത് തുടരുതെന്ന്, മുട്ടരുത് മുട്ടരുത്, അശുദ്ധാവുന്നേ അശുദ്ധാവും. തമ്പ്രാനോ ഇപ്പോഴും ഉണ്ടോ തമ്പ്രാനോ തൊട്ടുകൂടായ്മയും നീതികൂടായ്മയൊക്കെ ഈ നാട്ടിൽ? ഇപ്പോഴില്ല, പക്ഷേ വരും, തിരിച്ചു വരും. എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലയോ? അതിന്റെ മുന്നൊരുക്കമായിരിക്കും. വേണമല്ലോ. അയ്യേ, ഇതെന്താ പുകയിലയോ? ആണേ ആണേ നമ്പ്ര. ഇതൊന്നല്ല, രണ്ടെണ്ണം. ഓ തമ്പ്രാ തിന്നു ആലിപ്പോയിലെയാ. തമ്പ്രാക്കന്മാർക്ക് ഏങ്ങള് പൊയിലെയാണേ കൊടുക്കാറ്. വെറ്റ മുറുക്കും പുകവലിയൊക്കെ ഞാനങ്ങോട്ട് നിർത്തി. എവിടെ നീയോ തമ്പ്രാനൊന്ന് നിർത്തി. അയ്യേ
അതെന്താ തമ്പ്ര ഓർക്കാത്ത തമ്പ്രാന്നോ? അടിയൊക്കത് ഓർക്കാൻ കൂടി വയ്യായേ. ഇതൊന്നും അത്ര നല്ല ശീലമല്ലടി പെണ്ണുങ്ങളെ. അതുകൊണ്ടാ ഞാനത് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോഴത്തെ പിള്ളേരെ തമ്പാക്ക്, ശംഭു, പാൻ മസാല ഇതൊക്കെ അണ്ണാക്കിലോട്ട് തിരികുന്നത് കാണാം. ഏകത്തും രണ്ട് ആമ്പിള്ളേരുണ്ടേ, അവന്മാർ ഏതാണ്ടൊക്കെ എടുത്ത് മായി തിരികുന്നത് കാണാമേ തമ്പ്ര. അത് എങ്ങനെ ചെയ്യുവേ തമ്പ്ര? പിന്നെ എങ്ങനാ ഗുണം പിടിക്കുന്നേ തമ്പ്രാനോ? എന്തുവാടാ ആരെയൊക്കെ സംശയം? ചോദിക്കേ. അല്ല, ഇതൊക്കെ എടുത്ത് മായി തിരികെ എന്താ കുഴപ്പം? കുഴപ്പോ മാരകമായ വിഷം കൂട്ടുടെ